ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതങ്ങ് അവഗണിച്ചു വിട്ടാൽ മതി. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ച് പ്രണയ സാഫല്യത്തിന് വേണ്ടി ഒന്നാകുമ്പോൾ അവിടെ എങ്ങനെയാ മതം വരണത്? നിങ്ങൾ രണ്ട് മതത്തിൽ നിൽക്കൂ, ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഹിന്ദുവായിട്ട് മുസ്ലിമായിട്ട് നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രണയിക്കും. ലക്ഷ്മിപ്രിയ മലയാള സിനിമകളിലും സീരിയലുകളിലും സജീവമായിരുന്ന നടിയാണ് ലക്ഷ്മിപ്രിയ. മുസ്ലിമായിരുന്ന ലക്ഷ്മിപ്രിയ തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ടീച്ചറെ ഞാനൊന്നും പറയുന്നില്ല. അനുശ്രീ മലയാള സിനിമയിലെ യുവനടിമാരിൽ ഒരാളാണ് അനുശ്രീ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അനുശ്രീ തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ഹിന്ദുവായ വിഷ്ണു എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ടീച്ചറേ പൂവേ കർലേ എന്റെ കൽബിനുള്ള മോളെ എന്നും എന്റെ കൽബല്ല ടീച്ചറേ. എനിക്ക് എന്തോ ഇഷ്ടമാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്വന്തം സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുന്ന നമ്മുടെ ശശികല ടീച്ചർക്ക് അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ വേണ്ടത്ര പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം ഈ സ്ത്രീ വാ തുറക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. അതിൽ ഒന്ന് ഭക്ഷണം കഴിക്കാനും രണ്ടാമത്തത് വർഗീയത വിളമ്പാനും വേണ്ടി മാത്രമാണ്. എന്നാൽ എന്നെ കോരിത്തരിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ശശികല ടീച്ചർ അഗാധമായ പ്രണയത്തെക്കുറിച്ചും അതുപോലെ തന്നെ മതമാറ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വർഗീയതയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ഒത്തുചേരലിനെ കുറിച്ചെല്ലാം വളരെ മനോഹരമായ ചില കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ് ആ സഹോദരി ഇപ്പോൾ നമ്മോട് പറയുന്നത്. അങ്ങനെ പ്രണയിച്ച് മനസ്സും പ്രണയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിമും അതുപോലെ തന്നെ ഹിന്ദുവായി ജീവിക്കട്ടെ, എന്നാൽ ഇവിടെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ വാക്കുകൾ മലയാളി സമൂഹത്തിന് സംഭാവന ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് അവസാനം വരെ നിങ്ങൾ കാണണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും. അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് അൻസാർ സുഹരി ഉസ്താദ് നമ്മുടെ ടീച്ചറുടെ പ്രണയത്തിന് മറുപടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ടീച്ചർ പറയുന്നുണ്ട്, അതിന് നമുക്ക് മറുപടിയും കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് സബ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടെ നൽകിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന് മുന്നേ നമുക്ക് ശശികല ടീച്ചർ നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ ഗോമാംസം വായിൽ വെച്ച് മതമാറ്റത്തിനെക്കുറിച്ചുമെല്ലാം കുറച്ച് കാര്യങ്ങൾ പറയും. നമുക്ക് അതോടുകൂടി തുടങ്ങാം. സമൂഹ മതമാറ്റം നടന്നിരുന്നത് വായിൽ ഗോമാംസം വെച്ചു കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ ഇത്രയും പേരെ ഒന്നിച്ച് മതാചാരം നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വായിൽ ഗോമാംസം വെച്ചാൽ അവൻ ഹിന്ദു അല്ല, അവൻ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. കാരണം പിന്നെ വിടക്കാക്കി പിന്നെ അവൻ ഇത് സ്വീകരിച്ചേ പറ്റുള്ളൂ. അത് ഇവിടെ കേരളം ഇപ്പൊ ബുദ്ധിമുട്ടില്ലാത്ത ഇവിടെ ഇപ്പൊ മലയാളിക്ക് ബുദ്ധിമുട്ടില്ല. മനുഷ്യനെ തിന്നാൻ കൊടുത്താലും കഴിക്കേണ്ട വിധത്തിലാണ് നമ്മുടെ ഭക്ഷണശീലം മാറിയിരിക്കുന്നത്. മനുഷ്യന്റെ ഇറച്ചിക്ക് നന്ന് എന്ന് പറഞ്ഞാൽ എന്നാൽ ശരിക്കും കഴിച്ചോക്കാം എന്ന് പറയാവുന്ന ഇഡിയമിന്റെ ഭക്ഷണശീലത്തിലേക്ക് മലയാളി മാറിയിട്ടുണ്ട്. അതല്ല ഉത്തരേന്ത്യന്റെ ഭക്ഷണശീലം. അവർക്ക് ഗോമാംസം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വന്തം യജമാന് നേരെ തോക്ക് വലിച്ചത് ഈ ഗോമാംസത്തിന്റെ വിഷയത്തിലാണ്. പട്ടാളക്കാർ നമ്മുടെ കേരളീയർ തീർച്ചയായിട്ടും മനുഷ്യനെ ഭക്ഷണം വെച്ച് കൊടുത്താൽ പോലും അത് പാകം ചെയ്ത് കൊടുത്താൽ പോലും കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ തരം താണിരിക്കുന്നു നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ടീച്ചർ പറയുന്നത്. നമ്മളെല്ലാം ഈ കേരളത്തിലെ ആൾക്കാരെല്ലാം അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഈ ഭക്ഷണത്തിന് ചാണകമാണ്, അതുപോലെ തന്നെ ദാഹിക്കുന്ന സമയത്ത് അവർക്ക് ഗോമൂത്രമാണ് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അത് നമ്മളും പാഠമാക്കണം എന്നാണ് ടീച്ചർ പറയുന്നത്. എനിക്ക് ടീച്ചറോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇതൊന്നും നിങ്ങൾ അണികൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വന്ന് ടീച്ചർ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് കാണിക്കണം. എന്നാൽ നമ്മുടെ അണികൾ ചിലപ്പോൾ ടീച്ചർ അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ, എനിക്കും അങ്ങനെ തന്നെ കഴിക്കാം എന്നൊരു രീതിയിൽ ചിലപ്പോൾ അതെല്ലാം അനുകരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 80% നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളും എനിക്ക് തോന്നുന്നു ബീഫെല്ലാം കഴിക്കുന്ന ആൾക്കാരാണ് എന്നാണ്. അത്തരത്തിൽപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവരേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. ഇനി ടീച്ചർ ഞാൻ പറഞ്ഞതുപോലെ അഗാധമായ പ്രണയത്തെക്കുറിച്ച് വളരെ സത്യസന്ധമായ ചില വാക്കുകൾ ടീച്ചറുടെ വായിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ടീച്ചർ തന്നെയാണോ ഇത് പറയുന്നത്? ശശികല ടീച്ചറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയും രസകരമായ, അത്രയും ചിന്താശേഷിയുള്ള, അത്രയും വർഗീയതയിലുള്ള അപരമത വിദ്വേഷം മാത്രം വായിൽ നിന്ന് വരുന്ന ടീച്ചറുടെ വായിൽ നിന്നും ഈ ഒരു കാര്യം കേട്ടപ്പോൾ അൻസാർ സുഹരി ഉസ്താദിന്റെ മറുപടി കൂടി ആയപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമായി. നമുക്കതൊന്ന് കാണാം. എൻ്റെ ശശികല ടീച്ചറിനെ കുറിച്ച് ഇതുവരെ എന്താ പറഞ്ഞിരുന്നത്? മാ തുറന്ന വർഗീയത മാത്രമേ പറഞ്ഞു. അങ്ങനൊന്നും അല്ല. അനശ്വരമായ പ്രണയവും അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും ശശികല ടീച്ചർ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാണല്ലോ ഒരു നിമിഷം നമ്മൾ പ്രണയിച്ചു പോകും. പ്രണയം എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ രണ്ടുപേരും താങ്കളൊരു പെൺകുട്ടിയെ കണ്ടാൽ പ്രേമിക്കുന്നെങ്കിൽ അവൾ എന്താണോ അവളായിട്ടാണ് അവളെ പ്രേമിച്ചിരിക്കുന്നത്. അവളുടെ വേഷം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, അവളുടെ മുഖം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായ വാക്കുകളിൽ ആര് വിവരിക്കും? നിങ്ങളെന്താ പറഞ്ഞ ശശികല ടീച്ചർ? വാ തുറന്നാൽ അപരമത നിന്ന പരമത വിദ്വേഷം വർഗീയത. കേക്ക് മക്കളെ, ഈ വാക്ക് കേട്ടാൽ ഒരു നിമിഷം ഏതൊരാൾ പ്രണയിച്ചു പോകത്തില്ലേ? അതാണ്. അവളുടെ പേര് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പ്രണയം സാഫല്യത്തിലെത്തിയാൽ അവൾക്ക് ആ പേര് പറ്റില്ല, അവൾക്ക് ആ വസ്ത്രം പറ്റില്ല, അവൾക്ക് അവളുടെ മുടി കാണിക്കാൻ പാടില്ല. അപ്പൊ അവിടെ വഞ്ചനയില്ല. സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ച് പ്രണയ സാഫല്യത്തിന് വേണ്ടി ഒന്നാകുമ്പോൾ അവിടെ എങ്ങനെയാ മതം വരണത്? നിങ്ങൾ രണ്ട് മതത്തിൽ നിൽക്കൂ, ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഹിന്ദുവായിട്ട് മുസ്ലിമായിട്ട് നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രണയിക്കണം. അല്ലാതെ നിങ്ങൾ അവരുടെ മതം, അവരുടെ ജാതി ഇതൊന്നും നോക്കാൻ പാടില്ല. കണ്ട, ഇത്രയും മനോഹരമായി ആര് പറയും? ഈ കാലത്ത് ആര് പറയും? അഥവാ വ്യക്തികളെ സ്നേഹിക്കേണ്ടത്, അല്ല അവരുടെ മതവും അവരുടെ ജാതി ഒന്നുമല്ല സ്നേഹിക്കേണ്ടത്. ബംഗ്ലാവും പണവും തെങ്ങിൻ തോപ്പും ഒന്നുമില്ലാതെ, പണവും പത്രാസും പട്ടുചേലയൊന്നുമില്ലാതെ, എൻ കൽബ് മഹറായി തന്ന് കൈ പിടിച്ചിടാം നിന്നെ, മൗത്തോളം റബ്ബിൻ കനിയായി കാത്തുകൊള്ളാം. അങ്ങനെ വ്യക്തികളെ സ്നേഹിക്കണം, അല്ലാതെ മതവും ജാതിയൊന്നും അല്ല സ്നേഹിക്കേണ്ടത്. ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താ മതം മാറിയ നടിമാരും മതം മാറാനുണ്ടായ കാരണങ്ങളും? ലക്ഷ്മിപ്രിയ മലയാള സിനിമകളിലും സീരിയലുകളിലും സജീവമായിരുന്ന നടിയാണ് ലക്ഷ്മിപ്രിയ. മുസ്ലിം ആയിരുന്ന ലക്ഷ്മിപ്രിയ തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ടീച്ചറെ ഞാനൊന്നും പറയുന്നില്ല. അനുശ്രീ മലയാള സിനിമയിലെ യുവനടിമാരിൽ ഒരാളാണ് അനുശ്രീ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അനുശ്രീ തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ഹിന്ദുവായ വിഷ്ണു എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. ടീച്ചറേ ആനി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നടിയായിരുന്നു ആനി. തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി സംവിധായകനായ ഷാജി കൈലാസിനെ വിവാഹം കഴിക്കാൻ ഹിന്ദുമതം സ്വീകരിക്കുന്നു. ടീച്ചറേ അനശ്വര പ്രണയം ഓടിവാ. നയൻതാര ഡയാന മറിയം കുര്യൻ എന്ന നയൻതാര സിനിമയിലെത്തിയതിനു ശേഷം നയൻതാര എന്ന പേര് മാറ്റി. പിന്നീട് നടൻ പ്രഭുദേവയുമായുള്ള പ്രണയം സാക്ഷാത്കരിക്കാൻ ഹിന്ദുമതം സ്വീകരിക്കുകയും എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഖുഷ്ബു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നടിയാണ് ഖുഷ്ബു. വിവാഹ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് അവർ ഹിന്ദുമതം സ്വീകരിച്ചത്. ജോമോൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച നടിയാണ് ജോമോൾ. പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ഹിന്ദുമതം സ്വീകരിക്കുന്നു. എന്തൊക്കെയല്ലേ ടീച്ചർ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? വ്യക്തികളെ പ്രണയിച്ചാൽ പോരെ? എന്ത് ചെയ്യാനാണ്? ഇവരൊക്കെ കണ്ടല്ലേ പ്രേമിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം മതം മാറുന്നു. പൊന്നേ പൂവേ കർളേ എന്റെ കൽബിനുള്ള മോളെ എന്നും എന്റെ കൽബല്ല ടീച്ചറേ. എനിക്ക് എന്തോ ഇഷ്ടമാണ്. ഇതിലും വലിയൊരു മറുപടി സ്വപ്നത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ കാര്യം പറയാനുള്ള ടീച്ചർ ഈ പറഞ്ഞത് കൊണ്ട് അതിനൊപ്പം അൻസാർ സൂരി ഉസ്താദ് വിട്ടുപോയ ഒരാളെയും കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം ചേർക്കുകയാണ്. കാരണം നമ്മുടെ ഷോൺ ജോർജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ PC ജോർജിൻ്റെ മകനാണ്. അദ്ദേഹം കല്യാണം കഴിച്ചത് നമ്മുടെ ജഗതി ചേട്ടൻ. തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും ജഗതി ചേട്ടനെ സുപരിചിതമായ താരമാണ്. അവരുടെ മകളെയാണ് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചത്. എന്നിട്ട് മതം മാറ്റിയതിന് ശേഷമാണ് അവർ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് സത്യം. ഇതന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ട്. ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും സ്നേഹം അപ്പോൾ സ്നേഹിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റ് പ്രതിബന്ധങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ മതം മാറിയിട്ട് അവർ സ്നേഹിക്കുന്ന പുരുഷനൊപ്പോ അല്ലെങ്കിൽ സ്ത്രീയുടെ ഒപ്പോ പോകുന്നത്. അത് ഇസ്ലാമിലേക്ക് മാത്രമല്ല വരുന്നത്. ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതാണ് വളരെ വ്യക്തമായിട്ട് അൻസാർ സൂരി ഉസ്താദ് ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കി തന്നത്. നമ്മുടെ 2020 സ്ഥാനാർത്ഥിയുടെ കാര്യമെല്ലാം തീർച്ചയായിട്ടും ലക്ഷ്മിപ്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരമാണ്. 18 വയസ്സ് വരെ ഇസ്ലാം മതവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ജീവിച്ച് വളർന്ന ഒരാളാണ്. എന്നിട്ട് അങ്ങോട്ട് തക്കതായ ഒരു പക്ക സംഖ്യയെ കല്യാണം കഴിച്ച് ഹിന്ദു മതത്തിലേക്ക് പോയതിന് ശേഷം ആ സ്ത്രീ പറയുകയാണ്, 18 വയസ്സ് വരെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർന്നിട്ട് പറയുകയാണ്, ബിസ്മി പോലും എനിക്ക് ഓതാൻ വേണ്ടി അറിയില്ല എന്ന് പറയുകയാണ്. അതിനോട് എനിക്ക് ചെറുപ്പത്തിലേ താല്പര്യമുണ്ടായിരുന്നില്ല എന്നെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരം ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇതെല്ലാം ഒന്ന് ടീച്ചർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇങ്ങോട്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇസ്ലാം മതത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു മറ്റ് അതര
ഇതര മതസ്ഥിലേക്കാണ് ആൾക്കാർ കൂടുതൽ പോയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളെയല്ല. തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ ടീച്ചർ പറയുന്ന സമയത്ത് മാത്രം ഇതൊരു വർഗീയമായ ഒരു പരാമർശമായി പോവുകയാണ്. അതിനോട് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. മറ്റൊരു കാര്യം കൂടി ടീച്ചർ പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കോൺഗ്രസ്സുകാരായ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് അതിന് മറുപടി തരേണ്ടത്. നമുക്ക് അതുകൂടി കണ്ട് വീഡിയോ അവസാനിപ്പിക്കും. മയിലിനെ കേരളം വിട്ടുപോയിട്ട് ചുട്ടു തിന്ന് വ്ളോഗർമാർ ഇറക്കിയിട്ടുണ്ട്. കാരണം അവിടെ നിയമവിരുദ്ധമല്ല, അതുകൊണ്ട് വ്ളോഗർമാർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് നിയമവിരുദ്ധമാക്കിയത് കൊണ്ട് മയിലിനെ കൊന്നുകൂടാ, പന്നിയെ കൊന്നുകൂടാ, പന്നിയെ തിന്നുന്നവരുണ്ട്, കൊന്നുകൂടാ അല്ലെ? ഇതേപോലെ നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട് പശുവിനെ കൊന്നുകൂടാ എന്നുള്ളത്. ഇന്ത്യയിൽ 23 കേരളത്തിൽ ആരും എതിർത്തിട്ടില്ലല്ലോ. കേരളത്തിൽ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? 23 സംസ്ഥാനങ്ങളിൽ ഗോവധം BJP അല്ല നിരോധിച്ചത്. ഇതിലാകെ ഛത്തീസ്ഗഡിൽ ഒറ്റ BJP നിരോധിച്ചിട്ടുള്ളൂ. ബാക്കി 22 സംസ്ഥാനത്തും കോൺഗ്രസ് ആണ് നിരോധിച്ചത്. 22 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് നിരോധിച്ചത്. കോൺഗ്രസിന്റെ ആദ്യത്തെ ചിഹ്നം കാളയായിരുന്നു, പിന്നത്തെ ചിഹ്നം പശുവും കുട്ടിയായിരുന്നു. ഈ ഗോമാതാവിനോടുള്ള ഭക്തി തന്നെയാണ് അവർ വോട്ടാക്കി. അപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടി തീർച്ചയായിട്ടും കൂടുതൽ അറിവുള്ളത് കോൺഗ്രസ്സുകാർക്കായിരിക്കും. നിങ്ങളുടെ പണ്ടത്തെ ചിഹ്നം കാളയായിരുന്നു എന്നും അതിനുശേഷം പശുക്കുട്ടിയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മുതലാക്കി തന്നെയാണ് നിങ്ങളും വോട്ട് വാങ്ങി വിജയിച്ച് വന്നത് എന്ന് ടീച്ചർ പറയുന്നു. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്നോട് അഭിപ്രായം പറയേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ്സുകാരാണ്. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞതാണോ ഇനി അതല്ല വേറെ എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.